ഡ്രൈവിംഗ് പ്രോപ്പറായിട്ടല്ല അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഇവർക്ക് റോഡിൽ കൂടി റോഡ് പ്രാക്ടീസാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. സമരം അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നണത്. പുതിയ ഒരിത് വന്നത് ശരിയല്ല എന്ന് വെച്ചാൽ അത് സ്റ്റെപ്പായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഒരു രീതി. സംസ്ഥാനത്ത് തുടർച്ചയായി ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുകയാണ്. സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പരീക്ഷ തടസ്സപ്പെടുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളെക്കുറിച്ചും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തുന്ന പ്രതിഷേധത്തെക്കുറിച്ചും ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ചോദിച്ചറിയാം. സമരം അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നണത്. അതിപ്പോൾ ഡ്രൈവിംഗുകാരായിട്ട് നടക്കണമല്ല, അതിൻ്റെതായിട്ടുള്ള നിയമപരമായിട്ടല്ലേ നടത്തണത്. അപ്പോൾ അതിൽ സമരം നടത്താൻ യോജിപ്പില്ല എനിക്ക്. മാറ്റങ്ങൾ തന്നെ നല്ലതാണ് എപ്പോഴും. ഗണേഷ് കുമാർ കൊള്ളാം. കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നപ്പോഴും ട്രാൻസ്പോർട്ടിൽ നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്രതീക്ഷിക്കുന്നത് നല്ല പ്രതീക്ഷയാണ്. ശരിയായി ഇപ്പോഴത്തെ നിലവിൽ പെട്ടെന്നൊരു പുതിയ ഒരിത് വന്നത് ശരിയല്ല എന്ന് വെച്ചാൽ അത് സ്റ്റെപ്പായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഒരു രീതി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ കുട്ടികൾ പഠിക്കാനൊക്കെ ആയിട്ട് വെക്കേഷനൊക്കെ അല്ല പഠിക്കാനായിട്ടൊക്കെ വരുമ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തും ഒരു സ്റ്റെപ്പായിട്ട് മാറ്റിയെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അല്ല വേണ്ടെന്നല്ല, വേണം, മാറ്റങ്ങൾ വേണം. പക്ഷെ കുറച്ച് ഒറ്റയടിക്ക് നടക്കാതെ അത് സ്റ്റെപ്പായിട്ട് പോകുക എന്നുള്ളത്. അത് പറ്റുള്ളൂ. അത് നല്ലത് തന്നെയായിരിക്കാം. നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ മന്ത്രിയാണെങ്കിൽ അവർ പറയണത്. പക്ഷെ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് എടുക്കുമ്പോൾ എല്ലാ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതുപോലത്തെയല്ല, ഗണേഷ് കുമാർ ആദ്യം ഗതാഗത മന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങൾ, പുതിയ ബസ്സുകൾ ഇറക്കിയത്, വോൾവോക്ക് ഇറക്കിയതായുള്ള കാലത്താണ്. അപ്പോൾ ആളെന്തും നല്ല പരിഷ്കാരങ്ങളൊക്കെയാണ്. പിന്നെ ഏത് നല്ല മനുഷ്യനെ കുറിച്ച് ആർക്കും എന്തും പറയാമല്ല, അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ MD വിജു പ്രഭാകർ തന്നെ ആളായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന് സ്വയം ആ വകുപ്പിൽ നിന്ന് പിരിഞ്ഞ് വേറെ വകുപ്പിലേക്ക് ആയിപ്പോയില്ലേ. അപ്പോൾ എല്ലാവരെയൊക്കെ ദൈവത്തിന് പോലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കാലഘട്ടത്തിൽ ഗണേഷ് കുമാർ നല്ല മനുഷ്യന്, ഞാൻ രാഷ്ട്രീയപരമായി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ട് വകുപ്പിൽ. യൂട്ടേൺ എങ്ങനെ തിരിയണമെന്ന് അറിയില്ല, എവിടെ തിരിയണമെന്ന് അറിയില്ല. യൂട്ടേൺ തിരിയണതിന് മുമ്പ് സിഗ്നലിട്ട് എങ്ങോട്ട് തിരിയണമെന്ന് ഇത് കൊടുക്കൂല. ഇതൊക്കെ പഠിപ്പിക്കേണ്ടത്. നൈറ്റ് ഡ്രൈവിംഗ് അറിയില്ല. ഞാൻ കണ്ടോളത്തോളം എന്നാണെന്നറിയാമോ, ഒരു 40 ഫീറ്റ് കണ്ടെയ്നർ റോഡിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ ഒരു മനുഷ്യന് ധൈര്യമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ, 50 മീറ്റർ ഓടിച്ച് ലൈസൻസ് കൊടുക്കുവാണ്. 50 മീറ്റർ ഓടിച്ചിട്ട് ടെസ്റ്റ് നടത്തി ലൈസൻസ് കൊടുക്കുവാണ്. ഒന്ന് നോക്കി തിരിയണതിന് മുമ്പ് ലൈസൻസ് കൊടുക്കുന്നു. എനിക്ക് 61 വയസ്സായി. ഞാൻ ഒരു എക്സർവീസുകാരനാണ്. ഇതിൻ്റെ കോഴ്സ് ചെയ്തതാണ്, എല്ലാം ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ റോഡിൽ പോകുമ്പോൾ എൻ്റെ വൈഫ് അവിടെ നിൽക്കണം. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാൻ അവരോട് പറയാറുണ്ട്, എന്ത് കാട്ടിക്കൂട്ടണവർ. ഡ്രൈവിംഗ് പ്രോപ്പറായിട്ടല്ല അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഇവർക്ക് റോഡിൽ കൂടി റോഡ് പ്രാക്ടീസാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. മെയിൻ റോഡിൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് കന്യാച്ചിറ മുതൽ കളമശ്ശേരി എടപ്പള്ളി റൂട്ടിൽ കൂടി വ്യക്തമായിട്ട് ഓടിക്കാൻ പഠിപ്പിക്കുക. അല്ലാതെ കുറേ ലൈസൻസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ മോളെ ഇതിനകത്ത്? ഒരു കാര്യമില്ല. ഇത് നമ്മുടെ റോഡ് ബ്ലോക്ക് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തുകൊണ്ടാണ്? റോഡ് സിഗ്നലിൽ റൈറ്റ് തിരിയേണ്ടവൻ ലെഫ്റ്റിൽ നിർത്തും, ലെഫ്റ്റ് തിരിയേണ്ടവൻ റൈറ്റിൽ നിർത്തും, നേരെ പോകേണ്ടവൻ വേറെ ഒരിടത്തും കൊണ്ടു നിർത്തും. സിഗ്നൽ വീണ് കഴിയുമ്പോൾ ഉണ്ടാവണ കുഴപ്പം എന്താണ്? ലെഫ്റ്റിലുള്ളവൻ റൈറ്റിലേക്ക് തിരിയും, റൈറ്റിലേക്കുള്ളവൻ ലെഫ്റ്റിലേക്ക് തിരിയും. ആകെ കൺഫ്യൂഷനായി. നമ്മുടെ റോഡിൽ ഒരു സിഗ്നൽ വീണ് കഴിയുമ്പോൾ, ഒരു പച്ച വീണ് കഴിയുമ്പോൾ വണ്ടി കടന്നു പോകുന്നില്ല. മാക്സിമം പോകണത് 10-12 വണ്ടി കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ്? ഈ പ്രൊസീജിയർ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. അവർക്ക് അറിയില്ല ഞാൻ എവിടെ കൊണ്ട് വണ്ടി നിർത്തണമെന്നുള്ളത്. അപ്പം ഡ്രൈവിംഗ് സ്കൂളുകാർ കാണിക്കുന്നത് മഹാമോശമാണ്. വ്യക്തമായിട്ട് റോഡ് പ്രാക്ടീസ് കൊടുക്കുക. ഗണേഷ് കുമാറിനെ തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അതിനകത്ത്. ഓക്കെ.